പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഉത്തരപേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ പേര്, സബ്ജക്റ്റ്, ക്ലാസ്, റോൾ നമ്പർ എന്നിവ കൃത്യമായി എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. ഉത്തരപേപ്പറിൽ 4 വശവും കൃത്യമായി മാർജിൻ വരയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ 15 മിനിറ്റ് കോൾ ഓഫ് ടൈം നല്ല രീതിയിൽ ചോദ്യങ്ങൾ വായിച്ച് ഉത്തരങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി വിനിയോഗിക്കുക. ഉത്തരപേപ്പറിന്റെ മറുവശത്തും 4 ഭാഗത്തും കൃത്യമായി മാർജിൻ വരയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പരീക്ഷാ ഹാളിൽ കൃത്യസമയത്ത് എത്തിച്ചേരാൻ വേണ്ടി ശ്രദ്ധിക്കുക. പരീക്ഷയ്ക്ക് എത്തുന്ന സമയത്ത് ആവശ്യമായ സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി മറക്കരുത്. കുടിവെള്ളം, ഇൻസ്ട്രുമെന്റ് ബോക്സ്, 2 പേന എന്നിവ കയ്യിൽ കരുതുക. പരീക്ഷയ്ക്ക് ഏറ്റവും അനുയോജ്യമായത് ബ്ലാക്ക് പേനയാണ്. എങ്കിലും നിങ്ങൾക്ക് ബ്ലാക്കോ ബ്ലൂവോ ബോൾ പോയിന്റ് പെന്നുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഉത്തരം എഴുതുന്ന സമയത്ത് ക്വസ്റ്റ്യൻ നമ്പർ മാർജിന്റെ പുറത്താണ് എഴുതേണ്ടത്. പോയിന്റുകൾ മാർജിന്റെ അകത്ത് വേണം എഴുതാൻ. പോയിന്റുകൾ ABCD എന്നോ അല്ലെങ്കിൽ റോമൻ നമ്പർ 1 2 3 4 എന്നോ രേഖപ്പെടുത്താവുന്നതാണ്. അഡീഷണൽ ഷീറ്റിൽ 4 വശവും മാർജിൻ വരയ്ക്കാൻ മറക്കരുത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, യൂണിഫോം കൃത്യമായിരിക്കണം. പേപ്പർ ചേർത്ത് കെട്ടുന്ന സമയത്ത് നൂല് അഴിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. മാച്ച് ദ ഫോളോയിങ് ചെയ്യുന്ന സമയത്ത് ക്രോസ് ലൈൻ ചെയ്യാതെ A കോളത്തിന് അനുയോജ്യമായ ഉത്തരം B കോളത്തിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതേണ്ടതാണ്. അഡീഷണൽ ഷീറ്റ് ചേർത്ത് കെട്ടുന്ന സമയത്ത് ക്വസ്റ്റ്യൻ നമ്പർ കെട്ടിന് ഉള്ളിലായി വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അഡീഷണൽ ഷീറ്റിന്റെ മുകളിൽ അഡീഷണൽ ഷീറ്റിന്റെ എണ്ണം എഴുതാൻ മറക്കരുത്. അഡീഷണൽ ഷീറ്റിന്റെ എണ്ണം മെയിൻ ഷീറ്റിലും രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായും എല്ലാ പരീക്ഷയും എഴുതേണ്ടതാണ്. ഈ വർഷത്തെ ക്വാർട്ടർലി എക്സാം എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ.